എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇതുപോലെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ഈ നാട് നേരിട്ട വലിയൊരു അപമാനത്തെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ പ്രതിഷേധ പ്രകടനം എന്ന രീതിയിൽ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ അപമാനിതരായിട്ടിരിക്കുന്നത് ഈ പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിലെ കോൺഗ്രസിൻ്റെ ഒരു MLA അയാൾ ഈ ജില്ലയെ തന്നെ ആകെ മാനം കെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകളുമായിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ മാസങ്ങളിലായിക്കൊണ്ട് ഈ നാട്ടിൽ ഇറങ്ങി നടക്കുന്നത്. ഒരു ഞരമ്പ് രോഗി ഏതൊക്കെ വിധത്തിൽ പെരുമാറുമോ അതേ സമാനമായ രീതിയിൽ ഒരു MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി തീരുമാനമെടുത്ത് രംഗത്തിറങ്ങിയ സാഹചര്യമാണ് നിലവിലുള്ളത്. നാട്ടിലെ സഹോദരിമാർക്ക് പോട്ടെ, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ മക്കൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു MLA-യുടെ ശല്യം സഹിക്കാൻ കഴിയാത്ത വിധത്തിലേക്കുള്ള പരാതികളുടെ കൂമ്പാരം AICC-യുടെ ആസ്ഥാനത്തേക്ക് വന്നു ചേർന്ന സമയവും സന്ദർഭവുമാണിത്. നോക്കൂ, മലയാളി ഒന്നാകെ ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഈ നാട്ടിലുള്ളത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇയാൾ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകയെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ആ വാട്സപ്പിലുള്ള മെസ്സേജിന്റെ ശല്യം സഹിക്കാതെ വരുന്ന സമയത്ത് ആ കുട്ടി വാട്സപ്പിൽ അതുകൊണ്ട് ബ്ലോക്ക് ചെയ്യും. ഉടൻ ഇയാൾ എന്ത് ചെയ്യും? ഫേസ്ബുക്കിൽ മെസ്സഞ്ചർ ഓപ്പൺ ആക്കും. ആ മെസ്സഞ്ചർ വഴി പിന്നെ അങ്ങോട്ട് തുടങ്ങും ചാറ്റിങ്. ആ ഫേസ്ബുക്കും അങ്ങോട്ട് ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പോകുന്നത് ഗൂഗിൾ പേയിലേക്കാണ്. നോക്കൂ, ഗൂഗിൾ പേ സംവിധാനം നമ്മൾ പണം അയക്കാനും പണം സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അത് അശ്ലീലം വിളിച്ചു പറയാനുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിക്കൊണ്ട് ഗൂഗിൾ പേ വരെ മാറിയ സാഹചര്യമാണ് നിലവിലുള്ളത്. ഒരു തരത്തിലും കോൺഗ്രസിന്റെ സ്ത്രീകൾക്ക് പോട്ടെ, മാധ്യമപ്രവർത്തകരെ പോലും വെറുതെ വിടാത്ത വിധത്തിൽ ഈ ഞരമ്പ് രോഗി നാട്ടിലിറങ്ങി നടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ അയാൾ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ആളുകളെ ഗർഭം അലസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മരുന്ന് പറഞ്ഞു കൊടുക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ. കുട്ടിയുടെ വയറ്റിൽ വളരുന്ന തന്ത ആരാണെന്ന് അറിയാതെ വളരേണ്ടി വരുന്നുള്ള സാഹചര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. നോക്കൂ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA ആണ് ഈ കേരള സമൂഹത്തിന് മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇയാൾ ഇനി മെസ്സേജ് അയക്കാൻ ആർക്കെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ AICC ഇപ്പൊ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ത്രീയുടെ പേരുള്ള മുഴുവൻ ആളുകളെയും ഇയാൾ രാത്രിയായി കഴിഞ്ഞ മെസ്സേജ് അയക്കല പണി, രാവിലെ വരെ ചാറ്റിംഗ് ആണ് പണി. ആ രീതിയിൽ ഈ സ്ത്രീകളെ മുഴുവൻ ആ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഞരമ്പ് രോഗിയെ പേരേണ്ട അവസ്ഥയിലാണ് ഇന്ന് ഈ പാലക്കാട് ജില്ല ഉള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷേധവും എന്ന് പറയുന്നത്. ഈ ഞരമ്പ് രോഗി ഇന്നും നിലം തുടങ്ങിയതല്ല ഈ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായത് ആയിരക്കണക്കിന് വരുന്ന നമ്മളൊക്കെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടർ ID കാർഡ് വ്യാജമായി അച്ചടിച്ച് നിർമ്മിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന വ്യാജനായ പ്രസിഡന്റായിരുന്നു ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനുശേഷം അയാൾ വയനാട് നമ്മൾ കണ്ടു. എല്ലാ മനുഷ്യരും സർവ്വതും നഷ്ടപ്പെട്ട് മുണ്ടക്കയിലും ചൂരൽമലയിലും അടക്കമുള്ള നൂറുകണക്കിന് മനുഷ്യർ സർവ്വസമ്പാദ്യവും നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ പിരിവിനിറങ്ങി യൂത്ത് കോൺഗ്രസ് എന്ന രീതിയിൽ 30 വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടില്ല, കേരളം ഒന്നാകെ പിരിച്ചിട്ട് ആകെ 89 ലക്ഷം കിട്ടി. ആ പൈസ വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ പേരും പറഞ്ഞുകൊണ്ട് പിരിച്ച് പുട്ടടിച്ച് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പെൺവാണിഭവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റേപ്പ് കേസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നോക്കൂ, ഇയാളെ കൊണ്ട് പൊറുതിമുട്ടിയ സാഹചര്യമാണ് നിലവിലുള്ളത്. DYFIക്ക് ആവശ്യപ്പെടാനുള്ളത് ഇയാള് ഈ സംസ്ഥാനത്ത് ഒരു പൊതുശൗല്യമായിക്കൊണ്ട് പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. കോൺഗ്രസ്സുകാർ നല്ലതായ കോൺഗ്രസ് ഉണ്ടല്ലോ, നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഇയാള് വളരെ മോശകരമായ രീതിയിലാണ് ഇന്ന് ഈ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു പദ്ധതി DYFI കേരളത്തിൽ ഒന്നാകെ നടപ്പിലാക്കുന്നുണ്ട്. ആ ഹൃദയപൂർവ്വത്തെക്കുറിച്ച് ഒരു മാസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്.
ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് പട്ടിണി അകറ്റാൻ ഡിവൈഎഫ്ഐ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയെ ആകെ മോശപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ പുറകിൽ അനാശാസ്യ പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് അഭിപ്രായം പറഞ്ഞ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA. നോക്കൂ, കാലത്തിന്റെ കാവ്യനീതി എപ്രകാരമാണ് അതിനോട് പ്രതികരിക്കുക എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അവനവന്റെ പുഴുത്ത നാവ് കൊണ്ട് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പദ്ധതിയെ കളിയാക്കിയത്. അതേ ഇവന്റെ ആ സ്ഥാനത്തു നിന്നുള്ള രാജിക്കത്ത് അടങ്ങിയ പത്രത്തിന്റെ സ്റ്റേറ്റ്മെന്റിലാണ് ഇന്ന് ഡിവൈഎഫ്ഐ കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും ആയിരക്കണക്കിന് വരുന്ന മനുഷ്യർക്കുള്ള ഭക്ഷണം പൊതിഞ്ഞു കൊടുത്തിട്ടുള്ളത്. നിനക്കുള്ള മറുപടിയാണിത്, നിനക്ക് ഈ നാട് തരുന്ന മറുപടിയാണിത്. ഈ മറുപടി കൊണ്ട് പഠിച്ചില്ല എങ്കിൽ കൂടുതൽ സമരങ്ങളുമായി കൊണ്ട് ഡിവൈഎഫ്ഐ തെരുവോരങ്ങളിൽ വരും, ഡിവൈഎഫ്ഐ നേരിടും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു ഞരമ്പ് രോഗിക്ക് അയാൾ അറിയിക്കുന്ന രീതിയിലുള്ള ചികിത്സ കൊടുക്കാനെങ്കിലും കോൺഗ്രസ് തയ്യാറാകണം. ഇതൊരു മാനസിക രോഗമാണ്, ഒരു മാനസിക രോഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടു അയാൾക്ക് അവകാശപ്പെട്ട ചികിത്സ നിഷേധിക്കുന്നത് തന്നെ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം. അതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. അയാളൊരു മാനസിക രോഗിയാണെങ്കിൽ ചികിത്സ കൊടുക്കാൻ AICC തയ്യാറാകണം, പൊതിച്ചോറ് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാണെന്ന് മാത്രം ഇതിന്റെ ഭാഗമായി കൊണ്ട് സൂചിപ്പിക്കുകയാണ്. വരും കാലത്ത് രാഹുൽ മാങ്കൂട്ടൽ എന്ന് പറയുന്ന ഞരമ്പ് രോഗിയെ നിലക്ക് നിർത്താൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ഡിവൈഎഫ്ഐയും ഇടതുപക്ഷവും ഈ നാടിന്റെ പുരോഗമനം മനസ്സുവരുത്തി പിടിക്കുന്ന മുഴുവൻ മനുഷ്യരും രംഗത്തിറങ്ങുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.